ഇത്രയും കാലം താൻ ഒരുപാട് പേരെ കാലച്ചുകൂട്ടിലിട്ട് ഭരിച്ചാണെന്ന് അറിയാം. ഇന്ന് അവരെ മുഴുവൻ ഞങ്ങൾ പുറത്തിറക്കണ. എന്താ ഇവിടുത്തെ പ്രശ്നം? സർ, ഈ ഹോസ്പിറ്റൽ ഒരു കൊള്ള സങ്കേതമാണ്. യഥാർത്ഥത്തിൽ മാനസിക രോഗം ബാധിച്ച ആളുകളെ ഇയാളുടെ സംഘം ഇട്ട് പീഡിപ്പിക്കുകയാണ്. സർ, ഇവരെന്റെ അമ്മ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. സർ, രാധികയുടെ അമ്മ എന്ന് പറയുന്നത് പ്രശസ്ത ഗായിക ശ്യാമയാണ്. ശ്യാമയെ കാണുന്നില്ലെന്നുള്ള കാര്യം സാറിന് അറിയാലോ. സർ, അവർ ഹോസ്പിറ്റലിൽ ഉണ്ട്. സർ, ഇവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്കറിയില്ല സാർ. ഞാൻ എത്രയോ കാലങ്ങളായി മാന്യമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന സ്ഥാപനമാണ് സാർ. ദാ ഇവര് കുറച്ചു മുമ്പ് ഇവിടെ വന്ന് കയറിയതാ. ദാ ഈ നിൽക്കുന്ന ആൾക്ക് മാനസിക അസുഖമാണെന്ന് പറഞ്ഞു. ഞാൻ അയാളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. അതിനുശേഷം അവരെ ഈ കാണിച്ചു കൂടിയല്ല. പ്ലീസ്, മാനസിക സ്ഥിരത ഇല്ലാത്ത രോഗികൾ എവിടെ ഉള്ളത്? അവരുടെ സ്വസ്ഥത തകർക്കരുതെന്ന് ഇവരോടൊന്ന് പറ. നിങ്ങൾ എല്ലാവരും പുറത്തിറങ്ങും. സർ, ഞങ്ങൾ പറഞ്ഞ കാര്യം സാർ എന്താ സീരിയസ് ആയിട്ട് എടുക്കാത്തത്? എന്താ സാർ ഇത്? എന്തൊക്കെ കഥകളാണ് ഇവര് പറയുന്നത്? ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ? തെളിവുണ്ട്. എന്റെ അമ്മയുടെ ശബ്ദം ഞാൻ അവിടെ കേട്ടതാ. സർ, ഇവന്റെ പേര് ബിച്ചു. ഇവൻ കുറെ കാലമായിട്ട് ഇവിടെ ചികിത്സയ്ക്കുള്ളതാ. അമ്മയ്ക്ക് എന്റെ അതേ രൂപ. അമ്മയെ ഇവിടെ വെച്ച് കണ്ടു ഇവനാ പറഞ്ഞ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന കുഞ്ഞാണോ നിങ്ങളുടെ തെളിവ്? സർ, ഈ കുട്ടി ആദ്യം ഇവിടെ വന്ന ദിവസം ഇത് പറഞ്ഞതാ. ഇല്ലാ കഥകൾ പറയുന്നത് ഇവന്റെ അസുഖത്തിന്റെ ലക്ഷണമാണ്. ഞാൻ ഇതൊക്കെ ഇവരോട് പറഞ്ഞു കൊടുത്തതാ. എന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറ സാർ. നിർത്തലോ. എടോ, താനിങ്ങനെ ഒരുപാട് നിഷ്കളങ്കം ചമയാൻ ശ്രമിക്കില്ലേ? താൻ എന്താ കരുതിയത്? നിയമത്തിനെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നോ? എടോ, ഇവിടെ കോടതിയില്ലേ? നിയമങ്ങളില്ലേ? അതെ, കോടതിയും നിയമവും അതിന്റെ മത്സരമൊക്കെ ഹോസ്പിറ്റലിന് പുറത്ത്. ഇതൊരു മാനസിക രോഗ ആശുപത്രിയാണ്. ഇവിടെ രോഗികളുടെ മാനസികാവസ്ഥ പ്രശ്നമാണ്. പുറത്തിറങ്ങല്ലൊരു. സാറേ, സാർ എന്തായി കാണിക്കുന്നേ? സാറിന് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാറ് തരേണ്ട. ശ്യാമ മേഡത്തിന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നിങ്ങളോട് പുറത്തിറങ്ങാനാണ് സാറേ. പുറത്തിറങ്ങണ, പിടിച്ച് പുറത്താക്കന്മാരെ. ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് നടക്കാൻ. തൂവേ കങ്കളെ തൊട്ടുവോ മൂടുമീ കാർമുകിൽ തോർന്നുവോ അന്നു നാം തീർത്തതാ ആശകം കൂട്ടിലെ ആർദ്രമാം നോവുകൾ മായുമോ? കുറെ നേരമായി ഉറക്കത്തിൽ അസ്വസ്ഥത കാണിക്കാൻ തുടങ്ങിയിട്ട്. എഴുന്നേക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മോളുടെ അടുത്ത് എത്തണം.
ഭഗവാൻ അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും ശ്യാമ. വെള്ളമുണ്ടോ? ആ, നോക്കട്ടെ. ശ്യാമേ, പുറത്താരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഹലോ, പുറത്താരെങ്കിലും ഉണ്ടോ? ഹലോ.